എതിരാളികളെ തകർക്കാനും ലോകത്തെ ഏറ്റവും ശക്തിയുള്ള രാജ്യമായി മാറാനും വേണ്ടി പലതരത്തിലുള്ള പരീക്ഷണങ്ങളാണ് ചൈന നടത്താറുള്ളത്. അതുപോലെ ഒരു പുത്തൻ പരീക്ഷണവുമായി ചൈനീസ് ശാസ്ത്രജ്ഞർ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഏതൊരു സൈനിക വിമാനത്തെയും ശത്രുക്കളുടെ റഡാർ സ്ക്രീനിൽ നിന്ന് അപ്രത്യക്ഷമാക്കാൻ കഴിയുന്ന ഒരു ന്യൂ ജനറേഷൻ പ്ലാസ്മ സ്റ്റെൽത്ത് ഉപകരണം പടിഞ്ഞാറൻ ചൈനയിൽ നിന്നുള്ള സംഘം വികസിപ്പിച്ചെടുത്തതായി അവകാശപ്പെടുന്നു. തങ്ങളുടെ സൈനിക വിമാനങ്ങളെ ശത്രുവിന്റെ റഡാറിൽ നിന്ന് പൂർണ്ണമായും അകറ്റാൻ കഴിയുന്ന, അതായത് സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു പുതിയ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയാണ് ചൈനീസ് ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്തത് എന്നാണ് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. ചൈനയുടെ മുമ്പുണ്ടായിരുന്ന വിമാനങ്ങൾ പോലെയല്ല, നവീകരിച്ച സൈനിക വിമാനത്തിന്റെ സെൻസിറ്റീവ് വിഭാഗത്തിന് റഡാർ ഡോം, കോക്ക്പിറ്റ് അല്ലെങ്കിൽ ശത്രുക്കളിൽ നിന്ന് ഡയറക്റ്റ് അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെയാണ് ഈ ഡിവൈസ് സംരക്ഷിക്കാൻ പോകുന്നത്. മൊത്തം വിമാനത്തെയല്ല, പകരം പ്രധാന പ്രദേശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ ക്ലോസ്ഡ് ഇലക്ട്രോൺ ബീം പ്ലാസ്മ സ്റ്റെൽത്ത് ഉപകരണം ശത്രു റഡാർ ഓപ്പറേറ്റർമാരെ കബളിപ്പിക്കാൻ നിമിഷ നേരം കൊണ്ട് സ്വിച്ച് ഓൺ ചെയ്യാൻ സാധിക്കും. ലളിതമായ ഘടന, വൈഡ് പവർ അഡ്ജസ്റ്റബിൾ റേഞ്ച്, ഹൈ പ്ലാസ്മ ഡെൻസിറ്റി എന്നിങ്ങനെ നിരവധി ഗുണങ്ങൾ ഇതിനുണ്ട്. പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ശാസ്ത്രജ്ഞൻ കഴിഞ്ഞ ഡിസംബറിൽ ചൈനീസ് ജേർണൽ ഓഫ് റേഡിയോ സയൻസിൽ പ്രസിദ്ധീകരിച്ച ഒരു പിയർ റിവ്യൂഡ് റിപ്പോർട്ടിലാണ് ഇതേക്കുറിച്ച് പറഞ്ഞത്. പ്ലാസ്മ കൊണ്ട് ഇനി ഈ ഡിവൈസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. വൈദ്യുതി ചാർജ് ഉള്ള ഒരു വാതകമാണ് പ്ലാസ്മ. പ്ലാസ്മ കണങ്ങൾക്ക് വൈദ്യുത ചാർജ് ഉള്ളതിനാൽ അവയെ വൈദ്യുത കാന്തിക മണ്ഡലങ്ങൾ ബാധിക്കുന്നുണ്ട്. ഈ പ്ലാസ്മ വൈദ്യുത കാന്തിക തരംഗങ്ങളുമായി സവിശേഷമായ രീതിയിൽ കൂടിച്ചേരൽ നടത്തും. ശത്രുക്കളുടെ റഡാറിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഈ പ്ലാസ്മയുമായി ചേരുമ്പോൾ അതിലുള്ള കണികകൾ അതിവേഗം നീങ്ങുകയും കൂട്ടിയിടിക്കുകയും ചെയ്യുന്നു. ഇത് തരംഗങ്ങളുടെ ഊർജ്ജം വിനിയോഗിക്കുകയും പ്രതിഫലിക്കുന്ന സിഗ്നലിന്റെ ശക്തി കുറയ്ക്കുകയും ചെയ്യും. ഈ കൂടിച്ചേരൽ ആദ്യം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ മെക്കാനിക്കൽ എനർജി ആക്കിയും പിന്നീട് തെർമൽ എനർജി ആക്കി മാറ്റുകയും തരംഗങ്ങളുടെ ശക്തി കുറയ്ക്കുകയും പിന്നീട് പ്രതിഫലിക്കുന്ന റഡാർ സിഗ്നലിനെ ദുർബലപ്പെടുത്തുകയും ചെയ്യും. ഒരു സാധാ യുദ്ധവിമാനത്തിൽ പോലും ഈ പ്ലാസ്മ സ്റ്റെൽത്ത് ഉപകരണം ഉപയോഗിച്ചാൽ റഡാറിൽ നിന്നുള്ള ശക്തി ഗണ്യമായി കുറയ്ക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. പണ്ട് ശീതയുദ്ധ കാലഘട്ടത്തിൽ യുഎസും സോവിയറ്റ് യൂണിയനും പ്ലാസ്മ സ്റ്റെൽത്ത് ടെക്നോളജി എന്ന ഈ ആശയത്തിന്റെ ഗവേഷണം നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും സാങ്കേതിക പരിമിതികൾ കാരണം അത് ലബോറട്ടറി ഘട്ടത്തിനപ്പുറം ഒരിക്കലും പുരോഗമിച്ചിരുന്നില്ല. എന്നാൽ ചൈന വികസിപ്പിക്കുന്ന ഈ പുതിയ സാങ്കേതിക സംവിധാനം മികച്ച സൈനിക ശേഷിക്കായുള്ള ചൈനയുടെ അതിവേഗം വളരുന്ന ആവശ്യം നിറവേറ്റുന്നതിനായി ഉപയോഗപ്പെടുത്തുമെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നുണ്ട്. ഉടൻ തന്നെ ഈ ഡിവൈസ് വിവിധ സൈനിക വിമാനങ്ങളിലേക്ക് നൽകും. അങ്ങനെ വന്നാൽ വ്യോമ പോരാട്ടത്തിൽ ഒരു ഗെയിം ചേഞ്ചറാകും ഈ പുത്തൻ ഡിവൈസ് എന്നാണ് പറയപ്പെടുന്നത്.